और जनाब क्या चल रहा है? जनाब हिंदुस्तान में तो फॉग चल रहा है. ഈ ഒരു ആഡ് ജനറേറ്റ് ചെയ്തത് 1000 കോടിയുടെ സെയിൽസ് ആണ്. കമ്പനിയുടെ വാല്യുവേഷൻ എത്തിച്ചതോ 9000 കോടിയിലേക്ക്. അതോടൊപ്പം കോമ്പറ്റീറ്റേഴ്സ് ആയ ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ITC, റൈമണ്ട് ഇവരെ 3 പേരും പിന്നിലായിക്കൊണ്ട് പെർഫ്യൂം മാർക്കറ്റിന്റെ ലീഡർ ആകാൻ ഫോഗിന് സാധിച്ചു. എന്നാൽ പലരും വിചാരിക്കുന്ന പോലെ ഫോഗ് ഒരിക്കലും ഒരു ഫോറിൻ മൾട്ടിനാഷണൽ കമ്പനിയുടെ അണ്ടറിൽ വരുന്ന ബ്രാൻഡല്ല, മറിച്ച് ഒരു ഇന്ത്യൻ ഗുജറാത്തി ബിസിനസ്മാൻ ബിൽഡ് ചെയ്ത ബ്രാൻഡാണ്. അദ്ദേഹത്തിന്റെ പേരാണ് ദർശൻ പട്ടേൽ. പിന്നെ ഈ ദർശൻ പട്ടേലിന് ബ്രാൻഡ് ബിൽഡിംഗ് എന്ന് പറയുന്നത് പൂ പറിക്കുന്ന പോലെ അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. അദ്ദേഹം ബിൽഡ് ചെയ്ത ബ്രാൻഡുകളിൽ കുറച്ച് ബ്രാൻഡുകളാണ് മൂവ്, ക്രാക്ക്, ഇച്ച് ഗാർഡ്, റിംഗാർഡ്, ഡീകോൾ ടോട്ടൽ, ഡെർമിക്കൂള്. സോ അടുത്ത 10-12 മിനിറ്റിൽ നമ്മൾ പഠിക്കാനും മനസ്സിലാക്കാനും പോകുന്നത് ഇന്ത്യൻ ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ്, അതായത് ഇന്ത്യൻ FMCG മാർക്കറ്റിലെ ഒരു കിരീടം വെക്കാത്ത മാർക്കറ്റിംഗ് ഇങ്ങനെ കുറിച്ചാണ്. സോ ഈ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് 2 പാർട്ടായിട്ടായിരിക്കും, പാർട്ട് 1, പാർട്ട് 2. സോ ദാറ്റ് നിങ്ങളുടെ ഫോക്കസ് ഷിഫ്റ്റ് ആവില്ല, നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും, അതോടൊപ്പം അധികം ബോറടിക്കില്ല. സോ മാർക്കറ്റിംഗ് റിലേറ്റഡും ബിസിനസ്സിലെ മറ്റ് കോൺസെപ്റ്റ് റിലേറ്റഡ് വീഡിയോസിനായിട്ടും ഇൻഡസ്ട്രി ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സോ വെൽക്കം ടു ഇൻഡസ്ട്രി ബൈ അച്യുതൻ. സോ ഫോഗ് എന്ന പെർഫ്യൂം ബ്രാൻഡ് വരുന്നത് വിനി കോസ്മെറ്റിക്സ് എന്ന കമ്പനിയുടെ അണ്ടറിലാണ്. ഈ ഒരു കമ്പനി ദർശൻ പട്ടേൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 2009 എന്നാൽ 2009 വരെയുള്ള ദർശൻ പട്ടേലിന്റെ മാർക്കറ്റിംഗ് ആൻഡ് പ്രൊഡക്റ്റ് ബിൽഡിംഗ് ജേണിയെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അത് അറിഞ്ഞിരിക്കാൻ വേണ്ടി നമ്മൾ കുറച്ചു കാലം പിന്നിലോട്ട് പോകേണ്ടി വരും, 1980 കാലഘട്ടത്തിലേക്ക്. കാരണം 1980 ദർശൻ പട്ടേലും ദർശൻ പട്ടേലിന്റെ 2 ബ്രദേഴ്സും കൂടി ചേർന്ന് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് പരാസ് ഫാർമസ്യൂട്ടിക്കൽസ് എന്ന പേരിൽ. 1985 ആയപ്പോഴേക്കും കമ്പനിയുടെ ടേൺ ഓവർ 40 ലക്ഷം കടന്നിരുന്നു. അതോടൊപ്പം അവർ മാർക്കറ്റിലേക്ക് 15ലധികം പ്രൊഡക്ട്സും ലോഞ്ച് ചെയ്തിരുന്നു. അതിൽ വരുന്ന കുറച്ച് പ്രൊഡക്ട്സുകൾ ഞാനിപ്പോൾ പറഞ്ഞുതരാം. ക്രാക്ക്, മൂവ്, ഇച്ച് ഗാർഡ്, റിംഗാർഡ്, ഡീകോൾ ടോട്ടൽ, ഡെർമിക്കൂളിനെ പിന്നീട് ഇമാമി അക്വയറും ചെയ്തിരുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ പ്രൊഡക്ട്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം നമുക്ക് വ്യക്തമായി മനസ്സിലാവും, ഈ പ്രൊഡക്ട്സുകളെല്ലാം അതിൻ്റെതായ കാറ്റഗറിയിലെ മാർക്കറ്റ് ലീഡർ ആണ്. അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ക്രാക്ക് എന്ന പ്രൊഡക്റ്റ് എടുക്കാം. നമ്മുടെ കാലുകളിലെ ഹീൽസിൽ വരുന്ന ക്രാക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് മാർക്കറ്റിലേക്ക് ആദ്യമായിട്ട് ഒരു പ്രൊഡക്റ്റ് എത്തിച്ചത് പരാസ് ഫാർമസ്യൂട്ടിക്കൽസ് ആയിരുന്നു. ഇനിയിപ്പോൾ ഡെർമിക്കൂൾ എടുക്കുകയാണെങ്കിലോ, അതിനു മുമ്പ് മാർക്കറ്റിൽ ശരീരം തണുപ്പിക്കുന്ന ഒരു പൗഡർ ഉണ്ടായിരുന്നില്ല, അത് എത്തിച്ചതും പരാസ് ഫാർമസ്യൂട്ടിക്കൽസ് ആണ്. അതേപോലെ തന്നെയാണ് ഇച്ച് ഗാർഡും. ചൊറിച്ചിലിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി അതിനു മുമ്പ് ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നില്ല, അത് എത്തിച്ചതും പരാസ് ഫാർമസ്യൂട്ടിക്കൽസ് ആയിരുന്നു. സോ പ്രൊഡക്ട്സ് എല്ലാം യൂണീക്ക് ആയിരുന്നു, കമ്പനിക്ക് ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ കമ്പനിക്ക് മാർക്കറ്റ് ലീഡർ ആവാൻ സാധിച്ചു. നോട്ട് ചെയ്ത് വെച്ചോ, ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് ഏതൊരു കാറ്റഗറിയിലാണെങ്കിലും അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. എന്നാൽ അത് മാത്രം പോരാ, കാരണം ഈ പ്രൊഡക്ട്സ് എല്ലാം സക്സസ് ആവാൻ വേറെയും 3 ഇമ്പോർട്ടന്റ് കാര്യങ്ങളുണ്ടായിരുന്നു. അതെന്താണെന്നല്ലേ ഇപ്പൊ തന്നെ പറഞ്ഞുതരാം, നിങ്ങളത് മറക്കാണ്ട് നോട്ട് ചെയ്ത് വെച്ചോ. അതിൽ ആദ്യത്തേതാണ് പ്രൊഡക്റ്റിന്റെ പാക്കേജിങ്. പ്രൊഡക്റ്റിന്റെ പേരും അതേപോലെ പ്രൊഡക്റ്റിന്റെ പാക്കേജിങ്ങും അതിലുള്ള ഫോട്ടോസും കണ്ടാൽ ഏതൊരു കൊച്ചുകുട്ടിക്കും വരെ മനസ്സിലാവും ഈ ഒരു പ്രൊഡക്റ്റിന്റെ പർപ്പസ് എന്താണ്, ഇത് തരുന്ന സൊല്യൂഷൻ എന്താണെന്ന്. ഇനി രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് കാര്യമാണ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ. ഇവരുടെ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ വളരെ സോൾഡ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ ഇവരുടെ എല്ലാ പ്രൊഡക്ട്സും എല്ലായിടത്തും അവൈലബിൾ ആയിരുന്നു. ഇനി മൂന്നാമത്തേതും ഇതിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കാര്യവുമാണ് മാർക്കറ്റിംഗ്. ഈ പ്രൊഡക്റ്റുകളുടെ ആഡ് ഒരു 30 സെക്കൻഡ് കാണുമ്പോഴേക്കും കസ്റ്റമറിന് മനസ്സിലാവും എന്താണ് ഈ പ്രൊഡക്റ്റ് നമുക്ക് ഓഫർ ചെയ്യുന്നതെന്ന്, എന്താണ് ഇതിന്റെ പർപ്പസ് എന്ന്, എന്താണ് ഇതിന്റെ സൊല്യൂഷൻ എന്ന്. പിന്നെ മാർക്കറ്റിംഗ് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനി വീഡിയോയിൽ വരുന്നുണ്ട്. സോ എന്തൊക്കെയാണ് 4 കാര്യങ്ങൾ? ക്വാളിറ്റി പ്രൊഡക്റ്റ്, റൈറ്റ് പാക്കേജിംഗ്, പ്രോപ്പർ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ആൻഡ് ബെസ്റ്റ് മാർക്കറ്റിംഗ്. ഇതായിരുന്നു ഈ പ്രൊഡക്റ്റുകളെല്ലാം ഹിറ്റ് ആവാനുള്ള കാരണം. ഞാനിപ്പോൾ പറഞ്ഞ ലിസ്റ്റ് ഓഫ് പ്രൊഡക്റ്റുകളുടെ എല്ലാത്തിൻ്റെയും മാർക്കറ്റിംഗ് ഹാൻഡിൽ ചെയ്തിരുന്നത് ദർശൻ പട്ടേലായിരുന്നു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി 2002 ആയപ്പോഴേക്കും കമ്പനിയുടെ ടേൺ ഓവർ 200 കോടിയായിരുന്നു. എന്നാൽ ഫാമിലി ആയിട്ട് ബിസിനസ് ചെയ്യുന്നത് എപ്പോഴും അത്ര സ്മൂത്ത് ആയിട്ട് പോവാറില്ല. അങ്ങനെ 2006 ആയപ്പോഴേക്കും ദർശൻ പട്ടേൽ തനിക്ക് പാരാസ് ഫാർമസ്യൂട്ടിക്കൽസിലുള്ള 30% ഷെയർസ് $43 മില്യൺ വിറ്റു. അത് അന്നത്തെ ഏകദേശം 200 കോടിക്ക് അടുത്താണ് വരിക. എന്നാൽ ദർശൻ പട്ടേൽ കമ്പനി വിട്ടതിന് ശേഷം കമ്പനി അധികം ഓടിയില്ല, റെക്കിറ്റ് ബെൻസിഗർ ആ കമ്പനിനെ അക്വയർ ചെയ്യാനുണ്ടായത്. അവരുടെ കുറച്ച് പോർട്ട്ഫോളിയോസ് ഒക്കെ മാരിക്കോ ലിമിറ്റഡും ഏറ്റെടുത്തു. സോ മൂവ്, ക്രാക്ക്, ഡീകോൾ ടോട്ടൽ ഇതെല്ലാം ഇപ്പോൾ വരുന്നത് റെക്കിറ്റ് ബെൻസിക്കറിന്റെ അണ്ടറിലാണ്. സെറ്റ്വെറ്റ്, ലിവോൺ, സതക് ഇതെല്ലാം ഇപ്പോൾ വരുന്നത് മാരിക്കോന്റെ അണ്ടറിലുമാണ്. സോ ദർശൻ പട്ടേലിനെ കുറിച്ച് കുറച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഫോഗ് മാർക്കറ്റിൽ എത്തിയത് എങ്ങനെയാണെന്ന് നോക്കാം. ഇനി നമുക്ക് 2006 വരാം. 2006 കാലഘട്ടത്തിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ 200 കോടി രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? ഒന്ന് ജസ്റ്റ് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്തോളൂ. 200 കോടി അന്നായാലും 200 കോടി ഇന്നായാലും
അത് അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ ലൈഫ് സെറ്റാണ്, നമുക്ക് വേറൊരു പണിക്കും പോകേണ്ട, വീട്ടിൽ സുഖമായിരിക്കാം. എന്നാൽ ദർശൻ പട്ടേൽ അത് ചെയ്തില്ല. ദർശൻ പട്ടേലിന്റെ അടുത്ത് ആരൊക്കെയോ പറഞ്ഞു, നീ ഇങ്ങനെ ഇരുന്നാൽ മാത്രം മതിയോ, അടുത്ത പരിപാടി പിടിക്കണ്ടേന്ന്. ആൻഡ് അത് തന്നെയായിരുന്നു ദർശൻ പട്ടേൽ ചെയ്തിരുന്നു. ആൾ അടുത്തത് മാർക്കറ്റിലേക്ക് എന്തെത്തിക്കും എന്നതിനെ കുറിച്ചുള്ള റിസർച്ചിലായിരുന്നു. അങ്ങനെ 2009 അദ്ദേഹം പുതിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു, വിനി കോസ്മെറ്റിക്സ് എന്ന പേരിൽ. എന്നാൽ അപ്പോഴും അദ്ദേഹത്തിന് അറിയുന്നുണ്ടായിരുന്നില്ല ആള് മാർക്കറ്റിലേക്ക് എന്ത് പ്രൊഡക്റ്റ് കൊണ്ടുവരുമെന്ന്. ആൻഡ് മാർക്കറ്റിലേക്ക് എന്ത് കൊണ്ടുവരുമെന്ന് തീരുമാനിക്കാൻ അദ്ദേഹത്തിന് വീണ്ടും 2 വർഷം എടുത്തു. അങ്ങനെയാണ് ദർശൻ പട്ടേൽ പെർഫ്യൂം മാർക്കറ്റിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. പിന്നെ ഈ 2000-2001 കാലഘട്ടം മുതലേ പെർഫ്യൂം അതേപോലെ ഡിയോഡ്രന്റ് മാർക്കറ്റിന്റെ ഗ്രോത്ത് വളരെ ഹൈ ആയിരുന്നു. ഇത് അദ്ദേഹം ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ സ്മെൽ ഗുഡ് എന്ന കോൺസെപ്റ്റ് എല്ലാവരുടെ മൈൻഡിലും വന്നു തുടങ്ങിയ ഒരു ടൈമായിരുന്നു. പിന്നെ അദ്ദേഹം കാലെടുത്ത് വെച്ചത് അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു കാറ്റഗറിയിലേക്ക് ആയിരുന്നില്ല. കാരണം ആ സമയത്ത് അവരുടെ മാർക്കറ്റിൽ ഉണ്ടായിരുന്നത് ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ ആക്സ്, ITCയുടെ എൻഗേജ്, അതേപോലെ റേമണ്ടിന്റെ പാർക്ക് അവന്യൂ ആയിരുന്നു. ഈ 3 കമ്പനികളുടെ ബ്രാൻഡുകളായിരുന്നു കാറ്റഗറിയിലെ ഏറ്റവും വലിയ കോമ്പറ്റീറ്ററും. എന്നാൽ ഇതൊന്നും കേട്ട് പേടിക്കാൻ ദർശൻ പട്ടേൽ തയ്യാറായിരുന്നില്ല. തന്റെ ബിസിനസ്സിലുള്ള തന്റെ എക്സ്പീരിയൻസും തനിക്ക് മാർക്കറ്റിംഗിലുള്ള തന്റെ കോൺഫിഡൻസും ഇതെല്ലാം ട്രസ്റ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം മാർക്കറ്റിലേക്ക് ഒരു പെർഫ്യൂം അങ്ങ് ലോഞ്ച് ചെയ്തു. എന്നാൽ അതിന്റെ പേര് ഫോഗ് എന്നായിരുന്നില്ല, അതിന്റെ പേരായിരുന്നു ജെനസിസ് 18 അല്ലെങ്കിൽ 18+. ആൻഡ് ഈ ഒരു പ്രൊഡക്റ്റ് ഫ്ലോപ്പായി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഓൾറെഡി മാർക്കറ്റിൽ 3-4 ബിഗ് ബ്രാൻഡ്സ് ഉണ്ട്. അതിന്റെ കൂടെ 3-4 വർഷം നിങ്ങൾ റിസർച്ച് ചെയ്ത് മാർക്കറ്റിലേക്ക് ഒരു പ്രൊഡക്റ്റ് എത്തിച്ചു കഴിഞ്ഞ് അത് ഫ്ലോപ്പ് ആയാൽ നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യും? നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുമെന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും ദർശൻ പട്ടേലിന് ഫീൽ ആയെങ്കിലും ആള് ഗിവപ്പ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ അദ്ദേഹം വീണ്ടും റിസർച്ച് ആരംഭിച്ചു, റീസ്റ്റാർട്ട്. ആൻഡ് അദ്ദേഹം ആദ്യം ചെയ്ത കാര്യം എന്തുകൊണ്ട് പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഫെയിലായി എന്നതിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചു. അതിനായി അദ്ദേഹം കസ്റ്റമേഴ്സിന്റെ അടുത്ത് പോയി, കടക്കാരുടെ അടുത്ത് പോയി, ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ അടുത്ത് പോയി. ആൻഡ് അവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം നോട്ട് ചെയ്തു. നിങ്ങളും ഇത് നോട്ട് ചെയ്തു. അവർ പറഞ്ഞ കാര്യങ്ങളിലെ ആദ്യത്തെ മെയിൻ കാര്യമായിരുന്നു പ്രൊഡക്റ്റിന്റെ ഫ്രാഗ്രൻസ്. ദർശൻ പട്ടേലിന്റെ പെർഫ്യൂമിന് നല്ല ഫ്രാഗ്രൻസ് ഒക്കെ ഉണ്ടായിരുന്നു, എന്നാൽ അത് മറ്റു ബ്രാൻഡുകളുടെ പ്രൊഡക്റ്റിനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്ര നാൾ കസ്റ്റമേഴ്സ് യൂസ് ചെയ്തിരുന്ന അവരുടെ പ്രൊഡക്റ്റ് വിട്ട് എന്തുകൊണ്ട് ദർശൻ പട്ടേലിന്റെ പ്രൊഡക്റ്റിലേക്ക് അവർ വരണം? അതിനൊരു സ്പെഷ്യാലിറ്റി വേണ്ടേ? അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി ദർശൻ പട്ടേലിന്റെ പെർഫ്യൂമിന് ഉണ്ടായിരുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഇവർ പറഞ്ഞ രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് കാര്യം, മറ്റ് ബിഗ് ബ്രാൻഡുകളുടെ പെർഫ്യൂം അല്ലെങ്കിൽ ഡിയോഡ്രൻസിൽ നിന്ന് വരുന്നത് ഗ്യാസ് ആയിരുന്നു. ആൻഡ് അതിന് 200 മുതൽ 250 രൂപ വരെ പെർ ബോട്ടിൽ പ്രൈസ് ഉണ്ടായിരുന്നു. അതേപോലെ അത് 10 മുതൽ 15 ദിവസം വരെ ലാസ്റ്റ് ചെയ്യുന്ന ഈ ഒരു കാര്യം ദർശൻ പട്ടേൽ സീരിയസ് ആയിട്ട് എടുത്തു. അങ്ങനെ ഈ 2 ഫീഡ്ബാക്സ് ഇദ്ദേഹം സീരിയസ് ആയിട്ട് എടുത്തു. ആൻഡ് ഈ ഒരു പ്രോബ്ലത്തിന്റെ മുകളിൽ ഒരു സൊല്യൂഷൻ കൊണ്ടുവരാൻ അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം വീണ്ടും റിസർച്ചിന് ഇറങ്ങി. ആൻഡ് ഇപ്രാവശ്യം റിസർച്ച് കഴിഞ്ഞ് വന്നപ്പോൾ അദ്ദേഹം ചുമ്മാതല്ല വന്നത്, അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു അടിപൊളി പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു. ആ പ്രൊഡക്റ്റിന്റെ പേരാണ് സാറേ ഫോഗ്. എന്നാൽ എന്തുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പെർഫ്യൂമിന് ഫോഗ് എന്ന് പേരിട്ടത്? അത് അദ്ദേഹത്തിന് ഫോഗിനോട് ഇഷ്ടം കൊണ്ടല്ല. ഫോഗിന് ഒരു ഫുൾ ഫോം ഉണ്ട്, ഫ്രാഗ്രൻസ് ഓഫ് ഗുഡ് ഗൈസ് ആൻഡ് ഗേൾസ്. സോ ഫോഗ് മാർക്കറ്റിൽ എത്തുന്നത് 2011 ഡിസംബറിലാണ്. മാർക്കറ്റിലെത്തി വെറും 3 വർഷം കൊണ്ട് HUL, ITC, റേമണ്ട് ഇവരെ 3 പേരും പിന്നിലാക്കി ഫോഗ് മാർക്കറ്റ് ലീഡർ ആയി. എന്നാൽ വെറും 3 വർഷം കൊണ്ട് ഇത്ര അധികം ബിഗ് ബ്രാൻഡ്സ് ഉള്ള ഒരു കാറ്റഗറിയിൽ അവർ എങ്ങനെ മാർക്കറ്റ് ലീഡർ ആയി? അതാണല്ലോ ചോദ്യം. അതും പറഞ്ഞുതരാം. അതിനവർ യൂസ് ചെയ്ത 4 സ്ട്രാറ്റജിയും പറഞ്ഞുതരാം.